വിദേശ പര്യടനവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ ഏൽപ്പിച്ച ദൗത്യം അഭിമാനത്തോടെ ഏറ്റെടുക്കുന്നുവെന്ന നിലപാടിലുറച്ച ശശി തരൂർ എം പി. രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയമുള്ളൂ. തന്നെ അങ്ങനെ ആർക്കും അപമാനിക്കാൻ കഴിയില്ലെന്നും തനിക്ക് തന്റേതായ വിലയുണ്ടെന്നും ശശി തരൂർ മാധ്യമങ്ങളോട് പറഞ്ഞു. ദേശസേവനം ചെയ്യാനുള്ള അവസരം ഉപയോഗിക്കണമെന്നും ശശി തരൂർ തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. പാകിസ്ഥാന്റെ ഭീകര പ്രവർത്തനങ്ങൾക്കെതിരായി ഇന്ത്യയുടെ പോരാട്ടങ്ങളെക്കുറിച്ച് ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ വിശദീകരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ചുമതലപ്പെടുത്തിയ പ്രതിനിധി സംഘത്തിലെ ശശി തരൂരിന്റെ സാന്നിധ്യം പുകയുമ്പോൾ പ്രതികരണവുമായി തരൂർ തന്നെ രംഗത്തെത്തി. രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയമുള്ളൂ. തന്നെ അങ്ങനെ ആർക്കും അപമാനിക്കാൻ കഴിയില്ലെന്നും തനിക്ക് തന്റേതായ വിലയുണ്ടെന്നും ശശി തരൂർ മാധ്യമങ്ങളോട് പറഞ്ഞു. കേന്ദ്ര സർക്കാർ ഏൽപ്പിച്ച ദൗത്യം അഭിമാനത്തോടെ ഏറ്റെടുക്കുന്നുവെന്നും നിലപാടിൽ ഉറച്ച ശശി തരൂർ, നമ്മൾക്ക് രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയത്തിന് വല്ല പ്രസക്തിയുള്ളൂ. ഈ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരു അവസരം സർക്കാർ എല്ലാ പാർട്ടികളുടെ പ്രതിനിധികളെ ആവശ്യപ്പെടുമ്പോൾ അത് ചെയ്യാൻ നമ്മളുടെ ഒരു കടമയും കൂടിയാണെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മളെല്ലാവർക്കും അറിയാം, ഒരു പ്രതിസന്ധിയിലാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ച് 88 മണിക്കൂറിൻ്റെ ഒരു യുദ്ധം നമ്മളെല്ലാവരും കണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ രാജ്യത്തിൻ്റെ സ്ഥിതി എന്താണ്, നമ്മളെക്കുറിച്ച് എന്താണ് ലോകം പറയുന്നത്, അറിയുന്നത്, ഇതിലൊക്കെ നമ്മൾ എല്ലാവർക്കും ഒരു പങ്കുണ്ടാവണം. അതിലാണ്, ആ സ്പിരിറ്റിലാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. എനിക്ക് ഈ കാര്യത്തിൽ ശരിക്കും പറയാൻ എനിക്കൊരു രാഷ്ട്രീയം കാണുന്നില്ല. ഇത് എൻ്റെ രാജ്യം, നമ്മളെല്ലാവരും ഭാരതീയരാണ്. നമ്മുടെ ഭാരതത്തിനൊരു പ്രതിസന്ധി ഉള്ള സമയത്തിൽ സർക്കാർ ഇങ്ങനെ ഒരു ഭാരതീയ പൗരനോടൊരു കാര്യം ആവശ്യപ്പെടുമ്പോൾ വേറെ എന്ത് ഉത്തരം നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവും എന്നോട് പറയും. വിവാദം പാർട്ടിക്കും സർക്കാരിനും ഇടയിലാണെന്നും ദേശസേവനം പൗരന്മാരുടെ കടമയാണെന്നും ശശി തരൂർ പ്രതികരിച്ചു. സർക്കാർ വിളിച്ചത് പാർട്ടിയെ അറിയിച്ചിരുന്നുവെന്നും മന്ത്രി നേരിട്ടാണ് വിളിച്ചതെന്നും ശശി തരൂർ. തന്റെ കഴിവിനെക്കുറിച്ചോ കഴിവില്ലായ്മയെക്കുറിച്ചോ വ്യക്തിപരമായ അഭിപ്രായം കോൺഗ്രസ് നേതൃത്വത്തിന് ഉണ്ടാകാം, അത് അവരോട് ചോദിച്ചാൽ മതിയെന്നും കോൺഗ്രസിനുള്ള മറുപടി. പക്ഷേ പാർട്ടി പിന്നെയും സർക്കാരിൻ്റെ ഇടയിലുള്ള വിഷയത്തെക്കുറിച്ച് എനിക്കൊരു പിടുത്തമില്ല, എനിക്കറിയില്ല. അവർ സംസാരിച്ചോട്ടെ. സർക്കാർ എന്നെ വിളിച്ചതിന് പാർട്ടി നേതൃത്വത്തിനെ അറിയിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പാർട്ടിയുടെ തീരുമാനം എന്താണെന്ന് അവരെന്നെ തീരുമാനിക്കട്ടെ. ഇതൊക്കെ അവരോട് തന്നെ ചോദിക്കേണ്ടി വരും. എന്നോട് ചോദിച്ചിട്ടൊരു കാര്യമില്ല. കാരണം ഞാനല്ലാതെ ഒരു പേര് കൊടുത്തിരിക്കുന്നത്. എനിക്ക് വിളികൾ കിട്ടി, അത്രേ എനിക്കറിയുള്ളൂ. അതും എന്നോടാണ് ചോദിക്കേണ്ടത്. നോക്കൂ, കോൺഗ്രസിന് എൻ്റെ കഴിവോ കഴിവില്ലായ്മയെക്കുറിച്ച് അവർ വ്യക്തിപരമുള്ള അഭിപ്രായം ഇപ്പോഴത്തെ നേതൃത്വത്തിൽ നിന്നുണ്ടാവാം. അത് അവരോട് ചോദിച്ചാൽ മതി. എനിക്ക് അവർക്ക് അഭിപ്രായം ഉണ്ടാവാൻ പൂർണ്ണ അവകാശമുണ്ട്. പക്ഷേ ഇത് സർക്കാരിൻ്റെ ഒരു ഡെലിഗേഷനാണ്. സർക്കാരാണ് തിരഞ്ഞെടുത്ത ആൾക്കാരെ അയക്കുന്നത്. അപ്പോൾ സർക്കാരിൻ്റെ അഭിപ്രായം ഒരു പക്ഷേ വേറെ ആയിരിക്കും. അത്രയല്ലേ ഉള്ളൂ. ഞാൻ അതിനെക്കാട്ടെ എന്താ പറയേണ്ടത്? നിങ്ങൾക്കാണ്, നിങ്ങളല്ലേ ഇവിടെ നിൽക്കുന്നത്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഡൽഹിയിലെത്തി കേന്ദ്ര സർക്കാരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം മറ്റു കാര്യങ്ങൾ തീരുമാനിക്കും. ശേഷമാകും പര്യടനമെന്ന് തരൂർ പറഞ്ഞു. ജനം, തിരുവനന്തപുരം.